ട്രോപ്പിക്കൽ ഇൻഫോ അവതരിപ്പിക്കുന്ന നാഷണൽ റോസ് ഗാർഡൻ ടൂറിന്റെ 3-ാം ഭാഗത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. സീരീസ് മൊത്തമായി കാണുകയും കമന്റ് അടിക്കുകയും ലൈക്ക് ഷെയർ ചെയ്യുന്നവർക്കുമായി സെലക്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഫ്രൂട്ട് പ്ലാൻ NRന്റെ ഗീവ് അവേ ആയി കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക. നാംഡോക്കി ഗോൾഡ് ഗ്രീനൊക്കെ ഒത്തിരി അവിടെ കണ്ട് ഇതൊരു ചെറിയൊരു മഞ്ഞ ടച്ച് വരുന്നുണ്ട് അല്ലേ? മറ്റേ വെച്ച് നോക്കുമ്പോൾ നാംഡോക്കി ഒരു മിക്കവാറും ഒന്നുകൂടെ ലൈറ്റ് ഷെയ്ഡിലേക്ക് യെല്ലോ ഷെയ്ഡിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ പുതിയ വെറൈറ്റികൾ വരുമ്പോൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഡം പറയുന്നത് ഇവിടെ സ്ഥലം കുറവാണെന്നാണ് പറയുന്നത്. ആകെ 10 ഏക്കറേ ഉള്ളൂ. ഇനി എക്സ്പാൻഡ് കാരണം കുറെ കളക്ഷൻ അല്ല ഇല്ല. ഇപ്പൊ നമ്മളുടെ എല്ലാ പ്രോപ്പർട്ടി ഒരു സ്ഥലത്താണെങ്കിൽ നമുക്കത് എളുപ്പമുണ്ട്. ഇതിങ്ങനെ പല സ്ഥലത്തല്ലേ. ഒരു 5 സ്ഥലമുണ്ട്. അതില് 2 ടോട്ടല് ഇല്ല. കൊടൈക്കനാലിലുണ്ട് ഒരു സ്ഥലം. ഇത് ഒന്നാമത് ഇത്രയും പ്ലാന്റ് പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ടേ മദർ പ്ലാന്റ് മാത്രമല്ലല്ലോ, പ്ലാന്റ് പ്രൊഡക്ഷൻ തൈകൾ വെക്കണം. അപ്പൊ അത്രയും സ്ഥലം വേണ്ടി വരും. അത്രയും ഹോൾസെയിൽ ചെയ്യുന്ന നഴ്സറിയാണ്. പ്രത്യേകിച്ച് ഈ നാഷണൽ റോസ് ഗാർഡൻ എന്നൊക്കെ ആളുകൾ കേൾക്കുമ്പോൾ ഞാനും ആദ്യം കരുതിയത് റോസ് പൂ നിൽക്കുന്ന ഒരു സ്ഥലം. അല്ല, ആദ്യം റോസ് ആയിരുന്നു. അതെ അതെ അതെ. അതായത് ആളുകൾ ചിന്തിക്കുന്നതിന് മുന്നേ റോസ് 40 years റോസിന്റെ കട കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ആദ്യം തുടങ്ങിയത് ആ ഒരു റോസിന്റെ ക്രേസ് വന്ന സമയത്ത്. പക്ഷെ പിന്നീട് റോസ് എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ശ്രദ്ധയും ലാഭമില്ലാത്തൊരു അപ്പം അങ്ങനെ റോസ് പതിയെ കൊടൈക്കനാലിലേക്ക് മാറ്റി. ഫ്ലവറിംഗ് ഐറ്റംസ് മാർക്കറ്റിൽ മൂവിങ് ആയിട്ടുള്ള ഒരു അത്രയും ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഒരു ബിസിനസ് ആകുമ്പോൾ എപ്പോഴും മാർക്കറ്റിൽ ഡിമാൻഡഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിരിക്കുമല്ലോ ശ്രമിക്കുക. എന്തായാലും അങ്ങനെ വന്ന് പല പഴവർഗ്ഗ ചെടികളിലെത്തി ഇന്നിപ്പോൾ കേരളത്തിലെ മോസ്റ്റ് ലീഡിങ് ആയിട്ടുള്ള ഒരു നഴ്സറി ആയി മാറി. പക്ഷെ പേര് മാറ്റിയില്ല. അതെ, ഓക്കെ. അപ്പോൾ എല്ലാവിധ ഇവിടെ ഈവൻ അന്ന് ഇപ്പൊ പലരും ഒന്നുകിൽ NR എന്നറിയും, അല്ലെങ്കിൽ ജോസ് മണിയുടെ നഴ്സറി. ആളുടെ പേര് അന്ന് നഴ്സറിക്കാരൊക്കെ വന്നിട്ട് ജോസ് മണിയുടെ നഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അറിയാം. നാഷണൽ റോസ് ഗാർഡൻ എന്നുള്ള ആ ഒരു പിന്നീട് NR നാഷണൽ റോസ് ഗാർഡൻ എന്നൊക്കെ പേരിൽ അറിഞ്ഞു തുടങ്ങി. പല രാജ്യത്തു നിന്നുള്ള കളക്ഷൻസ് വരെ ഇവിടെ പല രാജ്യത്തു നിന്നുള്ള കളക്ഷൻസ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് വരെ കാഴ്ചതായിട്ട് ചാനൽ ഉണ്ട്. അതിന്റെ രസം എന്താ വെച്ചാൽ ഞാൻ പെർസിമോൺ നമ്മുടെ നാട്ടില് കാക്കി ഫ്രൂട്ട്, അതായത് ട്രോപ്പിക്കലില് ഒരു ഫ്രൂട്ട് ഉണ്ടാവാന്ന് പറയുന്നത് അത് അത്രയും ഒരു കൗതുകവും അത്ഭുതവും ഉള്ള ഒരു കാര്യമാണ്. എന്നിട്ട് ഞാൻ അതൊരു വീഡിയോ ചെയ്തിട്ട് പോലും അത് നിങ്ങളുടെ തണുപ്പുള്ള സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ച പ്ലാന്റ് അല്ലേ, നമുക്കത് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ചെയ്യേണ്ട യാതൊരുവിധ കാര്യമില്ല. അപ്പം അത്രയും സത്യം ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അവിടെ എത്തിക്കണം. ഇത്രയും ചൂട് ഈ 40-42 സമയത്ത് പോലും ഫ്രൂട്ട് ഉണ്ടായി എന്നുള്ള ഒരു സത്യം അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തത്. അല്ല, ട്രോപ്പിക്കൽ വെറൈറ്റി അല്ല. അത് ഞങ്ങൾക്ക് ജപ്പാനിൽ പോയപ്പോൾ കിട്ടിയതാ. അത് വർഷങ്ങളായിട്ട് അത് സ്ട്രഗിൾ ചെയ്ത് നമ്മുടെ ക്ലൈമറ്റിൽ അത് സ്ട്രഗിൾ ചെയ്ത് പിടിച്ച ഒരെണ്ണം ഒരു കായ ഉണ്ടായി കിട്ടി. ഇപ്പൊ ഈ വർഷം ഉണ്ടായിട്ടില്ല. എന്തായാലും ചെറിയ തണുപ്പൊക്കെയുള്ള വയനാട്, ആന്തല്ലൂർ, ഇടുക്കി പ്രദേശത്തേക്കൊക്കെ വളരെ അടിപൊളിയായിരിക്കും ആ സാധനം. ഇവിടെ കായ്ച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അതൊരു തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക്. ഇപ്പം നമ്മള് നഴ്സറി ആയതുകൊണ്ട് നമ്മുടെ നഴ്സറിയിലേക്ക് വരുന്നവര് മൊത്തം ഈ കേരളത്തിന്റെ ഇപ്പം ചൂടുള്ള സ്ഥലത്ത് മാത്രമല്ല, എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ പ്ലാന്റ് ചോദിച്ചു വരുമ്പോൾ അപൂർവം ചുരുക്കം ചില നഴ്സറികളെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു. അതായത് ഓർണമെന്റൽസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഇൻഡോഴ്സ് ഉണ്ട്, ഔട്ട്ഡോഴ്സ് എല്ലാം കൈകാര്യം ചെയ്യുന്ന വളരെ കുറച്ച് നഴ്സറികളെ കാണാൻ പറ്റുള്ളൂ. ജയന്റ് ഐവറി, ആരോമ, 3 ടേസ്റ്റ്. പക്ഷേ ഈ 3 ടേസ്റ്റ് എന്നൊക്കെ ഈ ബംഗ്ലാദേശ് അവരാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും അല്ല, കറക്റ്റ്. ഇപ്പോൾ നമ്മളത് ബഡ് എടുക്കുന്നത് ഈ പേരിലായിരിക്കും. ഇനി അതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ അറിയപ്പെടുന്ന പേര്. അതായത് നമുക്ക്
ഇപ്പോൾ ആരോമ ഒരു മാവ് 3 ടേസ്റ്റ് വേറെ അങ്ങനെ പറഞ്ഞ് സെയിൽ ചെയ്യുന്ന അത് നമ്മളത് ഒരിക്കലും അത് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ കൂടാതെ ചെയ്യില്ല. ഇപ്പോൾ NR-ന്റെ ഒരുവിധം മാമ്പഴങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് തുടങ്ങുന്നുണ്ട് മദർ പ്ലാന്റുള്ള. അപ്പോൾ കഴിവതും ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ വ്യത്യസ്തമായ പേരുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലോ എവിടെയൊക്കെ വെക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ പ്രേക്ഷകരുടെ കൺഫ്യൂഷൻ പോകും. ഏറെക്കുറെ മലയാളികളാണല്ലോ. സെയിം താനും 3 ടൈപ്പിൽ കളക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതെ അതെ. പിന്നെ കസ്റ്റമേഴ്സ് എപ്പോഴും കുറച്ച് സ്ഥലമേ ഉള്ളൂ, അപ്പം കൂടുതൽ ഈൽഡ് ചെയ്യുന്ന വെറൈറ്റി നല്ലത് മാത്രം വെക്കുക. അപ്പം കളക്ഷൻ കൂടുതലുള്ളവർ എല്ലാതും വെക്കുക, നോ ഇഷ്യൂസ്. അങ്ങനെ ആഗ്രഹമുള്ളവർ അങ്ങനെ എല്ലാം വെക്കാം. അതെ. പക്ഷെ അതിൽ പെട്ട ഒന്നാണ് കേട്ടോ ഇവിടെ കാണുന്ന ഹരുമാനിസ്. ഹരുമാനിസിന്റെ തൈകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല. ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. പ്ലാന്റ്സ് റെഡിയാണ്. അത് കണ്ട് കാഴ്ച ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെനച്ചൊന്ന് കഴിച്ചു നോക്കി, ഓക്കെയാണ്. അപ്പം ഇനി നല്ല പഴുത്തത് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കും. ആ സാധനം ഒരു 16-18 ബ്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നേരെ ധൈര്യമായിട്ട് വെച്ചോളൂ. കാരണം ഫ്ലേവർ ഉണ്ട് സാധനത്തിന്, അല്ലേ? തായ് ബ്യൂട്ടി എന്ന് പറയുന്നത് അവരെ ഭാഷയിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത പേരാണ്. ഏകദേശം ഒരു കോക്കനട്ടിൻ്റെ ഷേപ്പ് വരുന്ന, ആപ്പിളിൻ്റെ ഒക്കെ ഷേപ്പ് വരുന്ന ഒരു മാങ്ങയാണ്. അവിടെ നമ്മൾ വേറൊരു ജയൻ്റ് ആപ്പിൾ കണ്ടു, അതിന് കളറുണ്ട്, ഇതിന് കളറില്ല. അപ്പോൾ ഇത് അറിയാതെ പൊട്ടിച്ചു പോയതാണ് റിവ്യൂ ചെയ്യാൻ. വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാൻ. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ അറിയാതെ പൊട്ടിക്കാം. പക്ഷേ മൂത്ത് ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇത് മൂത്തുണ്ടോ? ഏകദേശം അല്ലേ? മൂത്ത് ഉണ്ട്. അപ്പോൾ രണ്ട് തായ് ബ്യൂട്ടിയാണ് ഗൈസ്. 2 തായ് ബ്യൂട്ടി. ആരും ഒന്നും തോന്നരുത്. റെഡ് പ്ലഷർ എന്ന് പറയുന്ന ഒരു തൈയാണ്. ഇപ്രാവശ്യം ഇത് കായ്ച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ കുറേ വെറൈറ്റികൾ ഇവിടെ പറഞ്ഞാൽ തീരാത്തത്ര വെറൈറ്റികളുണ്ട്. അതെ, നമ്മൾ വലിയ ലീഫാണ്, വലിയ ലീഫാണ്. 8 മണിക്ക് നമ്മൾ തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോൾ 10:30 ആയി. ഒന്നും ആയിട്ടില്ല, ഒരു സൈഡിലെത്തിയിട്ടില്ല. ഇനി എന്തെങ്കിലും അതാ അടുത്ത ആള് അത് വരുന്നത് മാങ്ങിയിട്ടാട്ടോ വരുന്നത്. കാണാനും ഏകദേശം ഒരു തായ്ലാൻഡ് വെറൈറ്റികളുടെ ഏകദേശം ഒരു ഒബ്ലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഷേപ്പാണ് കാണുന്നത്. മഹാമൻഹോൽ. ഇത് വേറെ കാര്യമുണ്ട് കേട്ടോ. ഇതെന്താ പറയുക, ഇന്തോനേഷ്യയിലൊരു പേരായിരിക്കും, തായ്ലാൻഡിലൊരു പേരായിരിക്കും, മലേഷ്യയിലൊരു പേരായിരിക്കും. ഇത് വർഷങ്ങളായിട്ട് ഈ പോട്ടിലായിരുന്നു. ഇനി ഇതിന് താഴേക്ക് നടണം. സ്ഥലപരിമിതി കൊണ്ട് ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി മണ്ണിൽ നട്ടാല് നമുക്ക് വേറെ കാര്യമുണ്ട്. ഈ മണ്ണിൽ നടുന്ന മാവുകൾക്ക് ഇത്തരം സ്റ്റെമ്പിനൊക്കെ വരുന്ന അസുഖങ്ങൾ വളരെ കുറവാണ്. നമ്മളെല്ലാവരും ചട്ടിയിലും ഡ്രമ്മിലൊക്കെ വെച്ചിട്ടാണ് മാവുകൾക്ക് അസുഖം, ഫംഗസ്, വിണ്ടുകീറൽ, പൊട്ടുകീറൽ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ചട്ടിയിൽ നിന്ന് മാവ് വേര് താഴേക്ക് ഇറങ്ങി. അപ്പോൾ അതിനൊക്കെ നോക്കിയാൽ ഒരു കുഴപ്പമില്ല. വളരെ അപൂർവങ്ങളിൽ അപൂർവം മാവുകൾക്കാണ് മണ്ണിലുള്ളതിന് പ്രശ്നം. 15 വർഷമായിട്ടുള്ള 15 വർഷം ഈ ചട്ടിയിൽ 15 വർഷം ഇത് വാങ്ങിയിട്ട് അതിൻ്റെ ഈ ചട്ടീനെ അതിൽ ഇപ്പൊ ചട്ടി സൈഡ് പൊട്ടിച്ച് വേര് ഇറക്കി കൊടുക്കേണ്ടി വരും. ഒന്ന് അത്രയും വലിയ മാവാ. അത് മൂത്തുണ്ടല്ലോ. മഹാമൻഹോൽ ഒറ്റ മാങ്ങയേ ഉള്ളൂ. മേഡം നിർബന്ധിച്ചു പൊട്ടിക്കാൻ. അപ്പോൾ പിന്നെ പൊട്ടിച്ചു. മഹാമൻഹോൽ. അപ്പോൾ ഇതിൽ നമുക്ക് ചില വെറൈറ്റികൾ, സിമിലർ ആയിട്ടുള്ള വെറൈറ്റികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും കൂടെ നമുക്ക് പറ്റും. അപ്പോൾ അതിൻ്റെ ലീഫും കൂടെ ലീഫും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ടേ നമുക്ക് ടേസ്റ്റ് സിമിലർ ആണെങ്കിൽ നമ്മളിതിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഇവിടെ നാഷണൽ റോസ് ഗാർഡൻസിനും പാസ് ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും, പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരു സപ്പോർട്ടാവും എന്ന് കരുതുന്നു. ഞങ്ങളും ഇത് കഴിച്ച് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പേര് മഹാമൻഹോൽ. സംശീർ ഭായ് ഇതാ എഴുതിക്കോളും, മാർക്ക് ചെയ്യൂ. അവിടെ ആളുണ്ട്, മാർക്ക് ചെയ്താ. ഒന്ന് ക്ഷീണിച്ചു, ഡൽഹിക്കകത്ത് നിന്ന് കുറച്ച് വെള്ളം കയറ്റി. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മാങ്ങയാണ് കാണിക്കാൻ പോകുന്നത്. ദ മോസ്റ്റ് ഫേമസ് ഓസ്ട്രേലിയൻ R2E2. ഓക്കെ, ഞെട്ടരുത്. അമ്മ ഇതുണ്ട, മൂത്ത് പഴുത്ത് വിണ്ട് കഥ കഴിഞ്ഞിട്ടില്ല. ഓവറായി പോയി മൂപ്പ്. അത്രയും കളറ് വെയിലുള്ളതുകൊണ്ട്, അത് വെയിൽ തീരെ വെയിലുള്ളതുകൊണ്ട് ഒരു മാങ്ങ ഹെവി എന്ന് പറയുന്നത് ഇവർ ഒരു കെയറും ചെയ്യുന്നില്ല എന്നുള്ളതാണ്
സങ്കടകരമായിട്ടുള്ള കാര്യം. ഒരു കെയറും ചെയ്യുന്നില്ല, ഈച്ചക്കണിയില്ല, കവറില്ല, സാഫില്ല, മരുന്നില്ല, ഒന്നുമില്ല. അതും ആർട്ടുവീറ്റ് പോലത്തെ സാധനമൊക്കെ ഇതൊക്കെ ഈ വിണ്ട് കീറി കഴിഞ്ഞാൽ മാങ്ങയുടെ അകത്ത് ഏത് മാമ്പഴമാണെങ്കിലും പുഴുകുത്തും. വെള്ളാൻ അനുവദിക്കരുത് ഒരു മാമ്പഴത്തെയും. ഈ ക്രാക്ക് വീണാലാണ് ആ ക്രാക്കിലൂടെ പുഴു മുട്ടയിട്ട് കളയും. അത് ഏത് നീലം മാമ്പഴമാണെങ്കിൽ പോലും ക്രാക്ക് വീണാൽ പോയി. അപ്പോൾ ഇത്രയും മൂക്കാൻ വിടുന്ന മാമ്പഴമാണെങ്കിൽ തീർച്ചയായിട്ടും കവറിടേണ്ടി വരും. അല്ലെങ്കിൽ കുറച്ച് മൂക്കുന്ന ഈ വിള്ളൽ വരുന്നതിൻ്റെ മുന്നേ പൊട്ടിച്ചെടുക്കണം. ഈ മാമ്പഴം ഒരു പൊതിക്കാത്ത തേങ്ങയുടെ അത്ര ഉണ്ട്. ഓക്കെ, വൺസ് അഗെയിൻ ഇത് നമുക്ക് കൊണ്ടുപോയി നോക്കാം. ആ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് ട്രീറ്റ് ചെയ്ത് നോക്കാം. ഇത് കവറിട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പോവാണ്. ഓക്കെ, ആകെ ഇത്ര വലിയ ഇത്ര ചെറിയൊരു മാവ്, 8 ഫീറ്റ് ഹൈറ്റുള്ള ഈ മാവിലാണ് ഇത്രയും കാഴ്ച. അതും നിലത്ത് വെച്ചാണ്, ചട്ടിയിലല്ല. എനിവേ ഭയങ്കര ഇത്രയും വലിപ്പമുള്ള സർപ്രൈസിങ് ആണ് ഇത്രയും വലിയ മാവ്. അതും ഇവിടെ വളരെ കെയർലെസ് ആയിട്ടാണ് മാവ് ചെയ്യുന്നത്. പക്ഷെ ഇത്ര ഓവറായിട്ട് ഓവറാണ്. ഇത് 4 സീസൺ ലോങ്ങൻ. അതായത് ചില വെറൈറ്റി ലോങ്ങനുകളൊക്കെ നമുക്ക് കെമിക്കൽ യൂസ് ചെയ്തിട്ട് വേണം ഫ്രൂട്ട് വരാൻ. ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഇതിൽ നോക്കിയാൽ അറിയാം, ഫ്ലവറും ഇതൊക്കെ വന്ന് കിടക്കുന്നത്. ഫ്ലവറും ഫ്രൂട്ടൊക്കെ 4 സീസൺ കേരളത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് NR ആണോ? NR ആണ്. ഇത്രയും 4 സീസൺ ലോങ്ങൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ആ ബ്രാൻഡ് തുടക്കത്തിൽ ഡിമാൻഡ് കുറവായിരുന്നു. പക്ഷെ ഇതിന്റെ കായപിടുത്തം കണ്ടിട്ട് ഭയങ്കര മാർക്കറ്റായി, ഭയങ്കര റേറ്റ് ആയി, അൺഅവൈലബിലിറ്റി ആയി. ഇപ്പൊ പിന്നെ ഏകദേശം തയ്യായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മുന്നേ റഷീദ് മാഷ വീഡിയോയിലും കാണിച്ചിരുന്നു. പുള്ളിയുടെ തെങ്ങുംതോപ്പിൽ കിടക്കുന്ന ഒരു 4 സീസൺ ലോങ്ങൻ നന്നായിട്ട് കാഴ്ച കിടക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത, ഒരു സൈഡിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാവും, ഒരു സൈഡിൽ നിന്ന് അതിന്റെ വേറെ ബ്രാഞ്ച് വളരും. മറ്റേത് ഓൾമോസ്റ്റ് എല്ലാം ഫ്രൂട്ട് വന്ന് നിൽക്കല്ലേ, അപ്പൊ ഗ്രോത്ത് ഉണ്ടാവില്ല. ഇത് പക്ഷെ ഈക്വലി ഗ്രോത്തും വരും, ഫ്രൂട്ടും ഉണ്ടാവും. മരം മൂക്കുന്നതിനനുസരിച്ചിട്ട് കായയുടെ സീഡ് ചെറുതാവുന്നുണ്ട്, കായ വലിപ്പം കൂടുന്നുണ്ട്. അങ്ങനെ പല മാറ്റങ്ങൾ. ഇപ്പൊ ഈ സൈസ് വരുന്ന തൈകളൊക്കെ 4 സീസൺ ലോങ്ങൻ നമുക്ക് ഫ്രൂട്ട് കിട്ടുന്ന തീർച്ചയായിട്ടും വെക്കേണ്ട ഇനാണ്. ലോങ്ങൻ ഇപ്പോഴും ഡിമാൻഡുള്ള ഒരു വെറൈറ്റി കൂടെയാണ് എന്നാൽ കൂടെ ഈ 4 സീസണെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതുപോലെ NR ലൂബി ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നത് നാച്ചുറൽ റോസ് ഗാർഡനാണ്. പല വെറൈറ്റികളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രെഡിബിലിറ്റി ഒക്കെ അങ്ങോട്ട്. കാലാപ്പാടിയുടെയും മാതൃവൃക്ഷം ഇവിടെ കാണാൻ പറ്റില്ല. വലിയ വലിയ തൈകൾ, ഇപ്പോൾ അത്യാവശ്യം സൈസ് വരുന്ന കാലാപ്പാടി, ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്. കാലാപ്പാടി ഈ നാടൻ മാങ്ങ പോലെ ഒരു മാവിൽ ഭയങ്കര അധികം കായ്ക്കാമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ ഉള്ളത് അടിപൊളി മാങ്ങയാണ്. അതാ ആ കാലാപ്പാടി നല്ല രീതിയിൽ അതിലും കായ്ച്ചിട്ടുണ്ട്. അവിടെ ഒരു കുളമ്പുണ്ട്, അതിൽ പ്രാവശ്യം മാങ്ങയില്ല, നാടൻ മാങ്ങയാണ്. അപ്പോൾ അതൊക്കെ സീസൺ അനുസരിച്ച് ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. കാലാപ്പാടി ഇപ്രാവശ്യം ഇവിടെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. പ്ലാന്റുകളാണ്, കായ്ച്ച തൈകളാണ്. ഗ്രൂമിച്ചാമ നമ്മുടെ കമ്മൽ പോലെ ഞാൻ മുന്നേ വീട്ടിൽ കായ്ച്ചിട്ട് ഇട്ടിരുന്നു. ഈ ഗ്രൂമിച്ചാമ എന്താണെന്ന് വെച്ചാൽ ഇത് സബ് ട്രോപ്പിക്കലും ട്രോപ്പിക്കലും ഉണ്ട്. തൈകൾ കഴിവതും കായ്ച്ച തൈയിൽ നിന്ന് ലെയർ ചെയ്തതോ അതിൻ്റെ വിത്തോ ഒക്കെ എടുക്കാൻ ശ്രമിക്കുക. കാരണം ജബോട്ടിക്കാപ്പൊക്കെ ഉള്ള പോലെ തന്നെ ഇതിനും അങ്ങനെ പ്രശ്നം പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഓൾ ഓവർ ബ്ലാക്കായി, അതിൻ്റെ ഫ്ലവറിൻ്റെ ഇത് ആ ക്യാപ്പ് ഇങ്ങനെ കളർ ഇങ്ങനെ കയറി വരും. അല്ലാത്തത് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറിച്ച റെഡ് കളർ, അതും മധുരം കിട്ടുമോ? അതിൻ്റെ കണ്ടല്ലോ ഈ ക്യാപ്പ് ഉണ്ടോ? ഓക്കെ, ക്യാപ്പ് ഗ്രീനാണ്. അതിങ്ങനെ കയറി വരുന്നുണ്ടോ, പേർപ്പിൾ കളറായി. അതിനേക്കാൾ ഡാർക്ക് അവിടെ പക്ഷെ ഇതായിട്ടില്ല. ഉണ്ടോ അതിൻ്റെ വ്യത്യാസം. ഞാനൊന്ന് പൊട്ടിച്ച് ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ. ഓ അത് ശരി, വേറെ ആര് ടേസ്റ്റ് ചെയ്യാനാണ്? R2E2 വലിയ തൈയാണ്. എത്ര ഉണ്ട് നോക്കിയാട്ടെ. 2 കൈയായിട്ട് പിടിച്ചിട്ട് എത്തുന്നില്ല. വലിയ തയ്യാണ്, നിറയെ കായ. 45 രൂപയാണ് വലിയ തൈകൾക്കൊക്കെ. 2025 റേറ്റ്. കിട്ടില്ല. ഞാൻ മാങ്ങ നേരെ എടുക്കാൻ നോക്കിയതാ പറ്റിട്ട്. ഈശോയെ, ഇതിനാണ് ഇത്രയും കഷ്ടം. എസ്കാർലറ്റ് ജബോട്ടിക്കാവ വേണ്ട.
ഇഷ്ടംപോലെ കാഴ്ച. ഇത് ഹൈബ്രിഡ്, അതായത് ജബോട്ടിക്കാബയുടെ ഹൈബ്രിഡിൽ ഈ സ്കാർലറ്റും റെഡ് ഹൈബ്രിഡും ഒക്കെയാണ് പെട്ടെന്ന് ഫ്രൂട്ട് വരുന്ന വെറൈറ്റികൾ. ഈ ചെറിയ പോട്ടിൽ വെച്ച് നമുക്ക് വീടിൻ്റെ സൈഡിൽ പോട്ടിൽ വെച്ച് ഭംഗിയാക്കി ഈ ചെറീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ജബോട്ടിക്കാബയും വെക്കാൻ പറ്റുന്ന നല്ലൊരു ഭംഗി, ഒരു കൗതുകം. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ മുന്തിരിയുടെ ഫ്ലേവറിൽ ഒരു പഴം കിട്ടും. സെക്കൻഡ്ലി അതിന് തൊലിക്ക് നമ്മുടെ ഞാവൽ ഇഷ്ടപ്പെടാത്ത മലയാളികളിൽ ഞാവലിൻ്റെ ടേസ്റ്റാണ് തൊലിക്ക്. അപ്പോൾ അതിഷ്ടമുള്ളവർക്ക് തൊലി അടക്കം കഴിക്കാം, അല്ലാത്തവർക്ക് തൊലി ഒഴിവാക്കി കഴിക്കാം. ഇപ്പോൾ വില കുറഞ്ഞു. വലിയ 10,000-50,000 ഒക്കെ വില പറയുന്ന സമയത്ത് ഇതൊരു എന്താ പറയുക വാല്യൂ ഫോർ മണി അല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പൈസക്ക് നല്ല ചെറിയ 100 രൂപക്ക് തന്നെ ചെറിയ തൈകൾ കിട്ടും, കുഞ്ഞു തൈകൾ കിട്ടും. വാങ്ങി വെച്ചാൽ അതായത് ഫ്രൂട്ട് ആയതിൻ്റെ തന്നെ കട്ടിങ്സ് കിട്ടും. 3-ാം വർഷം വെച്ചാൽ നല്ലൊരു പഴമാണ്. വിലയായിരുന്നു മുന്നേ ആളുകൾ ക്രിറ്റിസൈസ് ചെയ്തിരുന്നത്. സംഭവം അടിപൊളിയാണ്. ഈ കളറിൽ പോലും കഴിക്കാൻ അടിപൊളിയാണ്. സബാറയൊക്കെ പൂത്ത് കായ്ച്ചു തുടങ്ങി. പിന്നെ റെഡ് ഹൈബ്രിഡും സ്കാർലറ്റിൻ്റെ ഒക്കെ വലിയ വലിയ തൈകളൊക്കെ ഒത്തിരി അവൈലബിൾ ആണ്. സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വലുത് വാങ്ങാം. അല്ലാതെ പല ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റി ആണല്ലോ. ഹൈബ്രിഡ് എസാൾക്ക് നമ്മളുടെ നഴ്സറികളിലൊന്നും ഫ്രൂട്ട് ആയതായിട്ട് എസാൾക്ക് നല്ല കൊലകൊലായിട്ടാണ് കായ്ക്കുന്നത്. വലിയ മരങ്ങളാണ് ഉള്ളിലെല്ലാം കഴിച്ചെടുക്കാനുള്ള. ഇതല്ല എസാൾക്ക് ഇത് ഈ ലൈൻ മുഴുവൻ എസാൾക്ക് 100 കണക്കിന് തൈകളാണ്. വലിയ തൈയൊക്കെ വേണ്ടവർക്ക് വന്ന് കഴിച്ചു നോക്കിയെടുക്കാം. നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ സ്വന്തം കോട്ടൂർകോണത്തിൻ്റെ മദർ പ്ലാന്റാണ്. ഹെവി ഫ്രൂട്ടിങ് ആട്ടോ. പഞ്ചായിട്ടാണ് കോട്ടൂർകോണം ഫ്രൂട്ട് ചെയ്തേക്കുന്നത്. ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കും ഇതിനിഷ്ടപ്പെടാനൊരു കാരണം. ഇത് കണ്ടോ, എല്ലാ വർഷവും ഇതുപോലെ എല്ലാ വർഷവും അല്ലേ, ഒരു വർഷം ഇല്ലാതെ ഇടവിട്ട് കായ്ക്കുന്നുണ്ട്. മാമ്പഴത്തിൻ്റെ ക്വാളിറ്റി വൺസ് അഗെയിൻ ഒരു ട്രഡീഷണൽ കേരള ഫ്ലേവർ ഉണ്ട് മാമ്പഴത്തിന്. ഭയങ്കര മറ്റേ അൽഫോൺസയുടെ മേലൊന്നും വെക്കരുത്. ഒരു ആവറേജ് ടേസ്റ്റുള്ള മാങ്ങയാണ്, പക്ഷേ മാമ്പഴം കിട്ടും. അത് ഗ്യാരണ്ടിയാണ്. അതാണ് കോട്ടൂർകോണത്തിൻ്റെ ഗ്യാരണ്ടി. ഇവിടെ ഈവൻ ഈ തോട്ടത്തിൽ പോലും ഇത്രയും കെയർ ഇല്ലാതെ ഇങ്ങനെ കായ്ച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കെയർ കൊടുത്ത് വെയിലുള്ള സ്ഥലമാണെങ്കിൽ നന്നായിട്ട് കായ്ക്കും. വലിയ 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 മാങ്ങകളായി കിട്ടും. എന്തായാലും നല്ല വെക്കാൻ പറ്റും കോട്ടൂർകോണം, എസ്പെഷ്യലി ഫോർ സൗത്ത്. ട്രിവാൻഡ്രംകാരൊക്കെ എന്തായാലും വെക്കും. ബാക്കിയുള്ളവർക്കും സ്ഥലമുള്ളവർക്കൊക്കെ വെക്കാം. നാടൻ വെറൈറ്റിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. നല്ല റേറ്റ് ഉണ്ട്. വെരിഗേറ്റഡ് പാം റേറ്റ് ഉണ്ട്. പുതിയ വെറൈറ്റി വന്നതാണ്, ഡോർഫാണ്, മാർക്കറ്റിൽ കാണാത്തതാണെന്നാണ് പറയുന്നത്. ഇത് സൂപ്പർ ക്യൂൺ ജിങ്ഹ്വ അല്ലേ, ജിങ്ഹ്വാൻ. ഇത് തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന, തായ്ലൻഡിൽ നിന്നാണ് ഈ മാങ്ങ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് താഴെയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള മാമ്പഴമാണ്. മുത്തിട്ടില്ല. ജയന്റ് കാറ്റിമോൺ എന്നും പറയുന്നുണ്ട്. ജയന്റ് കാറ്റിമോൺ എന്നും ഇതിന് പറയുന്നുണ്ട്. തൈവാൻ ഗ്രീൻ. നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇത് കണ്ടോ, പക്ഷേ ഹെവി ആയിട്ടുള്ളൊരു മാങ്ങയാണ്. നല്ല ഹെവി ആയിട്ടുള്ള മാങ്ങ. എത്ര അല്ലേ, നമ്മുടെ ഒരു 1.5-2 കിലോയുടെ അടുത്ത് 1.5 കിലോ എന്തായാലും മാങ്ങയുണ്ട്, ഒരു മാങ്ങയുണ്ട് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോഴും പറയും വലിപ്പമുള്ള മാങ്ങകൾ എണ്ണം കുറയുമെന്ന്. ഇത് പക്ഷേ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എത്ര നല്ല വലിപ്പമുള്ള മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന. ഇതിൻ്റെ ടേസ്റ്റ് മാഡം കഴിച്ചിട്ടുണ്ട്? ഇത് കഴിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ചെറിയൊരു മൂപ്പ് വരില്ലേ, അത് നല്ല ടേസ്റ്റുള്ള ഒരു കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടാണ്. പഴുക്കുന്നതിനേക്കാളും മുന്നേ കഴിക്കണതാണ് ഇത് എനിക്ക് രുചികരമായിട്ട് തോന്നിയിട്ടുള്ളത്. പഴുത്തത് കഴിച്ചിട്ട് എങ്ങനെയായിരുന്നു? പഴുത്തത് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല. എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തേക്കണതേ നന്നായിട്ട് ഫ്ലഷ് ഉള്ള മാങ്ങകളാണ് നമ്മൾ ഈ കണ്ട നന്നായിട്ട്. അതായത് സീഡ് പറഞ്ഞാൽ തീരെ ചെറിയ കനം കുറഞ്ഞ സീഡും നിറയെ ഫ്ലഷും, പിന്നെ ഫൈബർ കുറച്ച് കുറവായിരിക്കും. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അല്ല, നമ്മളുടെ നാട്ടിലെ മാങ്ങകളുണ്ടല്ലോ, അപ്പം അതിന് നിറച്ച് ഫൈബറുള്ള ചിലർക്ക് നാടൻ മാവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെ ആ ഒരു ഫൈബ്രസ് ഇതിന് പ്രതീക്ഷിക്കാൻ പറ്റും. നല്ല ഫ്ലഷ്, ചെറിയ അണ്ടി. എല്ലാ മിക്ക കർപ്പൂര ഫ്ലേവർ വരുന്നുണ്ടോ? കർപ്പൂര എനിക്കത്ര ഞാൻ എക്സ്പെർട്ട് അല്ലാത്തത്. എന്നാലും ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട്. അതെ,
നിങ്ങളുടെ റിവ്യൂ ആയിരിക്കും എല്ലാവരും സ്വീകരിക്കുക. നമ്മൾ വലിയ വലിയ മദർ പ്ലാന്റ് ഒരുപാടുണ്ടല്ലോ ഇവിടെ. ഇതെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നോണോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് എവിടുന്ന് പുറത്ത് എല്ലാം പുറത്തുനിന്ന്, ഈ താഴെ നട്ടിരിക്കുന്ന എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഫോറിൻ വെറൈറ്റീസ് മാവുകളെല്ലാം എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ താഴെ നട്ട് വളർത്തി മാങ്ങ ഉണ്ടായതിന് ശേഷം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇതിന്റെ തൈകളാണ് നിങ്ങൾ ഈ ഇതിലൂടെ കൊടുക്കുന്നതല്ല, നിങ്ങൾ കൊടുക്കുന്ന മുഴുവൻ നിങ്ങളെ മദർ പ്ലാന്റ് തൈകളാണ്. അതെ അതെ അതെ. ഇത് അതായത് ഈ പേരിൽ ഇപ്പം ഏതാണോ പേര് ആ പേരിൽ മാങ്ങ ഉണ്ടായത് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഇനി അതിൻ്റെ ഒറിജിനൽ ഇപ്പം കണ്ടെത്തി പറയുകയാണെങ്കിൽ അതിൽ ബ്രാക്കറ്റ് ചെയ്തിട്ട് ഇന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് സെയിൽ ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. അതായത് ഇപ്പോൾ ഫുൾ ഇവിടുത്തെ മാവുകളെല്ലാം ശരിക്കും ഫുൾ ടൈം വെട്ടായിട്ടുള്ള മണ്ണിലാണ് നിൽക്കുന്നത്. അപ്പോൾ മാങ്ങ ശരിക്കും ഡ്രൈ, അത് 365 ഡേയ്സും വെട്ടാണ്. അതായത് ഡ്രൈ, അതായത് അത്രയും വെള്ളം ഇല്ലാത്ത അവസ്ഥയിൽ പോലും നമ്മൾ ദിവസവും എല്ലാ ചെടികളും കവറിലുള്ളത് നനയ്ക്കണതാണ്. ഏപ്രിൽ 6 പൊരിഞ്ഞ വേനലാണ്. ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മാവിലേക്ക്